ത്രീ സ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരേ ഇത് ഞായറാഴ്ച എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. 2 ദിവസമായി വീഡിയോസ് ഇട്ടിട്ട്. ശനിയാഴ്ച ഞായറാഴ്ചയും വീഡിയോസ് ഇട്ടിട്ടില്ല കേട്ടോ. ശനിയാഴ്ച പിന്നെ എന്താ പറ്റിയേ പൊന്നൂസിന് ക്ലാസ് കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അവൾക്ക് നേരത്തെ ക്ലാസ് തുടങ്ങി. അന്നേരം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അന്നേരം പിന്നെ ശനിയാഴ്ച അങ്ങനെ പോയിട്ടോ. ഞായറാഴ്ച പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറേ നേരമായി. പിന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്നേരം അങ്ങനെയും പോയി ഞായറാഴ്ച. അന്നേരം പിന്നെ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഇന്ന് തിങ്കളാഴ്ച വരണത്. തിങ്കളാഴ്ചത്തെ വീഡിയോ അല്ല കേട്ടോ, ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. നമ്മൾ പിന്നെ അന്നത്തെ വീഡിയോസ് അല്ലായിരുന്നു അന്നന്ന് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എല്ലാം താളം തെറ്റി തുടങ്ങിയിട്ടാ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഫുൾ താളം തട്ടലായിരിക്കും എന്നൊരു ഡൗട്ടില്ലായി എനിക്കില്ല കേട്ടോ. അന്നേരം രാവിലെ ഇതാ ചോറിന് അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറിന് നേരത്തെ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ എണീറ്റത്. രാവിലെ നേരം വൈകി എണീറ്റാൽ നമുക്ക് എന്താ പറയുക, എന്തോ ഒരു അവസ്ഥയായിരിക്കൂലേ. ക്ഷീണമാണോ, തളർച്ചയാണോ, പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണോ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. എന്നാലും ഞായറാഴ്ചയല്ലേ എന്ന് വിചാരിച്ച് മിക്ക ആൾക്കാരും എന്ത് ചെയ്യും, കുറച്ച് നേരം അങ്ങോട്ട് കിടന്നുറങ്ങുകയും ചെയ്യും. അന്ന് നമുക്കൊരു തലക്കടി കിട്ടിയ ഒരവസ്ഥയായിരിക്കും, ഒരു വെളിവില്ലായ്മ ഉണ്ടാവും കേട്ടോ. ആ ഒരു അവസ്ഥ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾ പരമാവധി ഞായറാഴ്ച മാക്സിമം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. മിക്കവാറും അങ്ങനെയൊക്കെ എണീക്കാറുണ്ട് ഞായറാഴ്ച. എണീക്കാൻ ശ്രമിക്കും. ചിലപ്പങ്ങളാണ് കേട്ടോ അതിനെക്കാട്ടിൽ നേരം വൈകി പോവുക. പിന്നെ പറഞ്ഞാൽ ഇപ്പം എല്ലാ ദിവസങ്ങളും രാത്രി കിടന്നുറങ്ങാൻ കുറേ ലേറ്റ് ആവും കേട്ടോ. കാരണം പൊന്നൂസിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് എനിക്ക് ഫോൺ കിട്ടി എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും കുറേ നേരമാവും. പിറ്റേ ദിവസത്തേക്കുള്ള എന്തെങ്കിലും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറേ നേരം പോകും കേട്ടോ. അങ്ങനെയാകുമ്പോൾ പിന്നെ ഈ ഫോണിൽ നോക്കി കുറേ നേരം അങ്ങനെ ഇരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ പ്രശ്നങ്ങളാണ് നമുക്ക്. തലയ്ക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഈ ഒരുപാട് നേരം ഫോണിൽ നോക്കിയിരിക്കുന്ന അത്ര നല്ല ഏർപ്പാടുള്ള കാര്യമൊന്നും അല്ല. പക്ഷേ ഇതിങ്ങനെ ആകുമ്പോൾ വേറെ നിവൃത്തിയില്ലേ താനും. അതാണ് വേറൊരു പ്രശ്നം. എല്ലാം കൂടെ പ്രശ്നങ്ങളാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ. ആരും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് പാത്രം കഴുകലാണ്. ആരും എണീറ്റിട്ടില്ല കേട്ടോ. കുട്ടീസും കെട്ടിയവനും ഒന്നും എണീറ്റിട്ടില്ല. എല്ലാവരും എണീറ്റ് വരുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ സ്റ്റാൻഡ് വെച്ചിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. എല്ലാവരും എണീറ്റ് വരുന്ന നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പണികൾ തീരുകയും ചെയ്യും. വീഡിയോസ് ഒന്നിട്ട് എടുക്കാൻ പറ്റത്തുമില്ല കേട്ടോ. അതുപോലെ ആയിപ്പോവും എൻ്റെ അവസ്ഥ. അത് പിന്നെ രാവിലെ ഞായറാഴ്ചയായിട്ടും എല്ലാവരും പോയി വിളിച്ചെണീപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്കും ദേഷ്യം പിടിക്കും. അന്നേരം ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെത്താനെ വെച്ചങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. അത് ഞാനിങ്ങനെ വെച്ചെടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നം പറയാം, കുറേ ലെങ്ത്ത് വരും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ വീഡിയോസ് ഓണാക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വീഡിയോസ് ഭയങ്കര ലെങ്ത്ത് വരും. ഞാൻ ഓണാക്കി വെച്ചു, പിന്നെ എൻ്റെ പണി തീരാണ്ട് ഞാൻ പോയി ഓഫാക്കിയിട്ടില്ലെങ്കിൽ ക്യാമറ അവിടെ ഓണായി അങ്ങനെ കിടക്കും കേട്ടോ. പിന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അതിൻ്റെ അകത്ത് കുറേ എഡിറ്റ് ചെയ്ത് കളയാനുണ്ടാവും. നമ്മളിങ്ങനെ വെച്ചെടുക്കുന്നല്ല. അന്നേരം പല രീതിയിലായിരിക്കും വീഡിയോസ് വരിക. അന്നേരം കുറേ എഡിറ്റ് ചെയ്യണം. അന്നേരം ഫോൺ സ്റ്റോറേജ് വേഗം അങ്ങോട്ട് ഫുള്ളാവുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെയൊക്കെ വീഡിയോസ് വെച്ചെടുക്കുന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓഫാക്കി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും എഡിറ്റ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ വേറൊരാൾ എടുത്തു തരണമെങ്കിൽ മതി, അത്ര എടുത്താൽ മതി എന്ന് പറയാം നമുക്ക്. അല്ലാത്ത പക്ഷേ നമ്മൾ സ്വന്തം എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വെച്ച് അത് റെഡിയാണോ നോക്കി സെറ്റാക്കി ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു നേരം എടുക്കൂട്ടാ. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാത്തോട് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. വീഡിയോസ് എന്താ ഇടാത്തേന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊക്കെ കാരണമാണ് 2 ദിവസം വീഡിയോസ് മുടങ്ങിപ്പോയത് കേട്ടോ. എന്നാലും നമ്മൾ ഡെയിലി വിശേഷങ്ങളുമായിട്ട് പരമാവധി എല്ലാ ദിവസവും വരണം എന്ന് ഞാൻ എന്നാണോ ഉറപ്പ് പറയുന്നത് അന്നത്തെ ദിവസങ്ങളൊക്കെ എനിക്ക് പ്രശ്നങ്ങളായിരിക്കും. അതിപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ. 7:30 കഴിഞ്ഞു, 8 മണി ആകാനായിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണെങ്കിൽ വേഗം അരിയെടുപ്പത്തിട്ടിട്ട് പുറത്തെ പണികളൊക്കെ ആയി വരുമ്പോഴത്തേക്കും ചോറ് വേഗവും ചെയ്യും. പിന്നെ കുട്ടികളൊക്കെ എണീക്കുമ്പോഴത്തേക്കും ചായയും കടിയൊക്കെ ആക്കിയാൽ മതിയല്ലോ എന്നുള്ള കണ്ടീഷനിലാണ് കേട്ടോ ഇങ്ങനെ പോണത്. കുഞ്ഞാപ്പുകുട്ടി എണീക്കുമ്പോഴത്തേക്കും പുറത്തെ പണികളൊക്കെ വേഗം തീർത്തിട്ട് പോവാം. ഇവിടെ പിന്നെ നമ്മൾ എത്ര കോൺക്രീറ്റ് ഇട്ടിട്ടും അത് പൊളിഞ്ഞ് ഇങ്ങനെ പോകാണ്ട്. ഈ പാത്രം കഴുകലും എൻ്റെ ഈർക്കിൽ ചൂല് വെച്ചുള്ള അടിയും കൂടി ആകുമ്പോൾ വേഗം പൊളിഞ്ഞ് പോകാം. ഇപ്പോൾ ശ്യാമാട്ടനും മടുത്തു അവിടെ കോൺക്രീറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അവിടെ കിടക്കട്ടെ എന്നുള്ള ഭാവത്തിലായി കേട്ടോ. ഇതൊന്നും പിന്നെ നമ്മളെ കൊണ്ട് സ്വന്തം ചെയ്യാൻ പറ്റുന്ന പണിയല്ലല്ലോ. അവർ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആളിതാ എണീറ്റ് എൻ്റെ പുറകെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കട്ടൻ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ചായയൊക്കെ വെക്കലൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കട്ടൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കോലായിൽ ഇന്നലെ രാത്രി ഒരു ചെറിയ എലിക്കുട്ടി എങ്ങനെയോ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി. അതാണെങ്കിൽ വന്ന് അതിനെ ഓടിക്കൽ അത് ചുമരക്കൂടിയൊക്കെ ഓടി ഫുൾ മണ്ണും കട്ടയും ഒക്കെ പൊടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ആൾ പോയത് ചെറിയ കുട്ടിയാണ് കേട്ടോ. പണ്ട് ഇതുപോലെ പറഞ്ഞാൽ ചെറുത് കയറി കൂടിയിട്ട് ഞങ്ങളെ തുണിയൊക്കെ കുറേ കടിച്ച് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ തുണിയൊക്കെ വീട്ടിലിടുന്നേക്ക് നമ്മൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നശിപ്പിക്കുക. അതുപോലെ കുറേ പഴയ ഉപയോഗിക്കാത്ത തുണികളൊക്കെ ഞാൻ ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ബർത്തിൻ്റെ മുകളിലിട്ടുണ്ടായി. അത് ചാക്കിൻ്റെ മുകളിൽ കയറി ചാക്കൊക്കെ കടിച്ച് പൊട്ടിച്ച് കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിലൊക്കെ കയറി ആകെ നശിപ്പിച്ചിരുന്നു. എന്തോ ഭാഗത്ത് നമ്മൾ വേഗം കണ്ടുകൂട്ടാ. അല്ലെങ്കിൽ
ഒക്കെ ആൾ നശിപ്പിച്ചിട്ടേനെ. എന്തോ ഭാഗ്യത്തിന് കണ്ടതാണ് കേട്ടോ. ചുമരിക്കൂടെ എന്തെങ്കിലും പെട്ടെന്ന് പോകുമ്പോൾ മണ്ണ് ഇങ്ങനെ താഴെ വീഴുമല്ലോ, അന്നേരം ഈ ഷീറ്റിൻ്റെ മുകളിൽ മണ്ണ് വീഴുമ്പോൾ നല്ല ശബ്ദം കേൾക്കും. അതായത് ഞങ്ങളൊരിക്കും ചിലപ്പോൾ കൂറയായിരിക്കും അല്ലെങ്കിൽ പല്ലിയായിരിക്കും വിചാരിച്ച് ആദ്യമൊക്കെ മൈൻഡായില്ല. ഇപ്പം പിന്നെ പേടിയാണ്. ഈ പാമ്പിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണ് വീഴുമ്പോൾ വേഗം ശ്രദ്ധിക്കും. അങ്ങനെ രാത്രി ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആളുണ്ട് ഇങ്ങനെ പോകണം, കുഞ്ഞു മൂട്ട. പിന്നെ നേരത്തേക്ക് നമ്മളെ ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ ഊറ്റി കഴിഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും കത്തി മൂർച്ചയാക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ വന്നു കേട്ടോ. ഇങ്ങനെ ആൾക്കാർ വരൽ കുറേ നാൾ കൂടിയിട്ടാണ് വരുന്നത്. അന്നേരം ശ്യാമേട്ടൻ നമ്മളെ വാക്കത്തിൻ്റെ വായ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. വിറക് എന്തോ കൊത്തിയപ്പം അതിൻ്റെ വായ പൊട്ടിപ്പോയിട്ടുണ്ടായി. വായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തഞ്ചല്ലേ അത് കേട്ടോ, അത് പൊട്ടിപ്പോയി. അന്നേരം അതൊന്ന് റെഡിയാക്കണം, കൊല്ലൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കണം എന്ന് പറയല്ലാണ്ട് ആൾക്ക് സമയം കിട്ടാറുണ്ടായിരുന്നിട്ടില്ല. അന്നേരം പിന്നെ ഇങ്ങനെ വന്നപ്പോൾ എന്താക്കി, കത്തി ഒന്ന് മുറിച്ചാക്കിച്ചിട്ടാ. നമുക്ക് അവിടെ മരമൊക്കെ വെട്ടുന്ന പണിയും കാര്യങ്ങളൊക്കെ പറമ്പിൽ പണിയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കത്തി മുറിച്ചില്ലേ ശരിയാവുകയില്ല കേട്ടോ. ശ്യാമേട്ടൻ എപ്പോഴും കത്തി മുറിച്ചാക്കി വെക്കും. ഇപ്പോൾ നേരെ ഇല്ലാത്തതുകൊണ്ട് മുറിച്ചാക്കാനൊന്നും സമയം കിട്ടലുണ്ടായില്ല. പിന്നെ പൊന്നൂസും ചക്കരയും കുഞ്ഞാപ്പൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സംഭവം കാണുന്നത്. അവരാദ്യമായിട്ടാണ് ഇങ്ങനെ മുറിച്ചാക്കുന്നതൊക്കെ കാണുന്നത്. അന്നേരം അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് നമ്മളെ കുഞ്ഞാപ്പക്കുട്ടി നിൽക്കണത് കേട്ടോ. നേരെ കത്തിയൊക്കെ മുറിച്ചാക്കി ആൾ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം അവിടെ കുറച്ചുകൂടെ നമുക്ക് വിറകും കാര്യങ്ങളൊക്കെ വെട്ടാണ്ട്. അതെന്നേരം ഇപ്പോൾ എൻ്റെ വായിലെന്ത് പോയി, അവിടെ കുറച്ചുകൂടെ വിറകൊക്കെ വെട്ടാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കത്തിക്ക് മൂർച്ചയില്ലാണ്ട് റെഡിയാവേ ഇല്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഏകദേശം വെയിൽ കൊണ്ട് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് തൊണ്ടയ്ക്ക് പെട്ടെന്ന് എന്തോ പറ്റിപ്പോയി. പിന്നെ ഞാൻ നേരെ അവിടെ കത്തി മുറിച്ചേക്കുന്ന ആൾ അവിടെ തന്നെ ഉണ്ട്. അവർ പോയിട്ടില്ല. ഞാൻ നേരെ അലക്കാൻ വേണ്ടി പോയി. കാരണം ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം വേഗം പുറത്തെ പണികൾ വേഗം തീർത്ത് വെച്ചിട്ട് ചായയും കടീൻ്റെ പണിക്ക് നിൽക്കാമെന്ന് കരുതിയിട്ടാട്ടോ. കുഞ്ഞാപ്പക്കുട്ടി ഞാൻ പുഴയിലേക്ക് പോയ തക്കം ആളെൻ്റെ പുറകെ ഇങ്ങോട്ട് ചാടി വന്നു കേട്ടോ. പിന്നെ ആളവിടെ വന്ന് വെള്ളത്തിലിറങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു രാവിലെ തന്നെയല്ലേ വെള്ളത്തിലൊന്നും ഇറങ്ങണ്ട എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് ആളവിടെ നിർത്തിയതാണ്. അല്ലെങ്കിൽ ആൾ വെള്ളത്തിലേക്ക് ചാടും. അലക്കാനൊക്കെ തലേദിവസം അലക്കിയതുകൊണ്ട് തന്നെ അത്ര ഓവറായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ശ്യാമേട്ടൻ്റെ പണിക്ക് കൊണ്ടുപോയ ഡ്രസ്സും എൻ്റെ രാത്രി, ഞാൻ ഇപ്പോൾ രാത്രി കേട്ടോ കുളിക്കൽ. കാരണം ചൂടുകൊണ്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. എന്താ സ്ഥിതി എന്നറിയില്ല. അപ്പോൾ ഭയങ്കര ചൂടാണ്. എത്ര നേരം വൈകി കുളിച്ചാലും രാത്രി നല്ല ചൂടാണ് കേട്ടോ. ഫുഡൊക്കെ കഴിക്കൽ കഴിയുമ്പോഴത്തേക്ക് ചൂടെടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. എനിക്കാണെങ്കിൽ കൈയും കാലും ചുട്ടു പോകുന്നൊരു പ്രശ്നമുണ്ട്. ചുട്ടിങ്ങനെ പുകയും കാലിൻ്റെ അടിയൊക്കെ. അതുകൊണ്ട് ഞാൻ രാത്രി കിടക്കാൻ നേരമാകുമ്പോൾ കുളിക്കുള്ളൂ. അതായത് എൻ്റെ ഡ്രസ്സ് എങ്ങനെയായാലും രാവിലത്തേക്ക് അലക്കാണ്ടാവും കേട്ടോ. അന്നേരം ഇതൊക്കെ വൈകുന്നേരം അലക്കിയിട്ടതാണ്. അന്നേരം രാവിലെ ഞാൻ എന്തൊക്കെ കിഴങ്ങ് കറി വെക്കാൻ വിചാരിച്ചിട്ട് തേങ്ങയൊന്നും അരയ്ക്കണില്ല. കിഴങ്ങ് ബാജി വെക്കും പോലെ വെറുതെ അങ്ങോട്ട് താളിക്കാൻ വിചാരിച്ചിട്ട് കിഴങ്ങും ഉള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊടി ഉപ്പിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ശ്യാമേട്ടൻ പോയിട്ട് ചിക്കൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ എന്തായാലും ചിക്കൻ കറി വെക്കണം. അന്നേരം ഞാൻ വെച്ച് കിഴങ്ങ് വേഗം ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അന്നേരം ഭൂരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അന്നേരം ഭൂരിയും കിഴങ്ങ് കറിയാകുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. അല്ല എന്നും ഞാനാണ് ഈ ഡ്യൂട്ടി ചെയ്യാറ്. ഞാൻ പറഞ്ഞു പൊന്നൂസേ ഇന്ന് നീ അത് ചെയ്തോ പറഞ്ഞു. പിന്നെ പറയുന്നില്ല, ഇന്ന് എന്തോ കണ്ടറിഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയും ചെയ്തു കേട്ടോ ആൾ. അന്നേരം ഇന്ന് രാവിലെ തന്നെ വേഗം അടിച്ചു വാരലും ഒതുക്കലും പരിപാടിയൊക്കെ ആൾ തന്നെ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നല്ല മൂടായിരിക്കും കേട്ടോ. ആ മൂഡിലാണെങ്കിൽ എല്ലാ പണികളും നമ്മൾ പറയാതെ ചെയ്യും. അല്ലാത്ത പക്ഷം അനങ്ങൂല കേട്ടോ. അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും ചീത്ത പറയും, പെൺകുട്ടികളാണ് ഇങ്ങനെ ചെയ്ത് ശീലിച്ചാൽ ശരിയാവില്ല, എല്ലാം അമ്മ പറയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചീത്തയൊക്കെ പറയും. എന്നാലും ആൾ ചില സമയങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ എടുക്കുന്ന പണികൾ പക്ക നീറ്റായിട്ട് എടുക്കുള്ളൂ. പതുക്കനെയാണ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ പതുക്കെ സ്ലോ ആയിട്ട് ചെയ്യുള്ളൂ. അത് പക്ഷേ എടുക്കുന്നത് നല്ല നീറ്റായിട്ട് ചെയ്യും. അച്ഛനെ പോലെയാണ് കേട്ടോ. എന്നെപ്പോലെ ചടപടാന്ന് പറഞ്ഞിട്ട് പണിയെടുക്കില്ല. ഞാനാണെങ്കിൽ ചടപടാന്ന് പറഞ്ഞിട്ട് പണിയെടുക്കും സ്പീഡിൽ. നേരെ ഇവർ പറയും കുണ്ടപ്പണിയാണെന്ന് പറയും. കുണ്ടപ്പണി മീൻസ് എന്താ പറയുക, ഒന്നും അങ്ങനെ കൃത്യതയില്ലാത്ത ഒരു പണിയാണെന്ന് പറയും. പക്ഷെ അച്ഛനും മോളും പണിയെടുക്കാൻ ഇറങ്ങിയാൽ നമ്മൾ കൂടെ 110 ആൾ പണിക്ക് ഇറങ്ങുകയും വേണം. ഒരു ദിവസം മുഴുവൻ എടുക്കുകയും ചെയ്യും. അത് കറക്റ്റ് സമയത്ത് തീരൂല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭൂരി ഉണ്ടാക്കാൻ എന്താ എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ ഇപ്പുറത്ത് തീ കത്തിച്ചിട്ടേ കുറച്ച് ചാറ് കൂടുതലായിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പം. അന്നേരം ഒന്ന് കുറച്ചൊന്ന് കുറുകി വരട്ടേന്ന് വെച്ചിട്ട് ചെറിയ അടുപ്പിലേക്ക് ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റി വെച്ച് വലിയ അടുപ്പിലേക്ക് ഭൂരിക്കുള്ള എണ്ണ എടുത്ത് വെച്ചു കേട്ടോ. കാരണം ചെറിയ അടുപ്പിൽ ചെറിയ തോതിലെ തീ വരുള്ളൂ. അന്നേരം നമ്മളെ കുഞ്ഞി ചട്ടിയാണ് കേട്ടോ. ഈ ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചട്ടിയാണ്. നമുക്ക് കുറച്ച് ഒരു നേരം 2 നേരത്തേക്കൊക്കെ കറി മതിയെങ്കിൽ വെച്ചാൽ നമുക്ക് ഈ ചട്ടി മതി കേട്ടോ. ഇതിൽ ഞങ്ങൾക്ക് പരിപ്പ് കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചട്ടിയിൽ കറി വെച്ചൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ്. നമ്മളെ കുഞ്ഞി ചട്ടിയിൽ. ഇത് അമ്മ എനിക്ക് തൈര് ഒഴിച്ച് വെക്കാൻ വേണ്ടി തന്നതാണ് കേട്ടോ. അമ്മ തൈര് ഒഴിച്ച് വെച്ചോ കൊണ്ട് തന്നതാണ്. പക്ഷെ ഞാൻ തൈരൊന്നും ഒഴിച്ച് വെക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്നൊരു കുഞ്ഞി കറിയൊക്കെ വെക്കുമ്പോൾ അതിലങ്ങ് വെക്കും കേട്ടോ. നമ്മളെ തൊണ്ടയ്ക്ക് പെട്ടെന്ന് എന്തോ ആയിപ്പോയി. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്മ ഉണ്ട് കേട്ടോ വീട്ടിൽ. അമ്മ അന്നേരം തൊഴിലുറപ്പിൻ്റെ ബുക്കൊക്കെ എടുത്തുകൊണ്ടെന്ന് എന്തൊക്കെയോ പൊന്നൂസിനോട് ചോദിക്കുക പറയാം എന്തൊക്കെയൊക്കെയോ ചെയ്യേണ്ടത്. അവർ കുറേ അവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കുമ്പോഴത്തേക്ക് ഏകദേശം 10 മണിയൊക്കെ ആയിട്ടാണ്. ശ്യാമേട്ടൻ സാധനം മേടിക്കാൻ പോയതാണ്.
അന്നേരം ചാമട്ട സാധനമൊക്കെ മേടിച്ച് വരുമ്പോഴത്തേക്കും വേഗം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് ഇടാനും സമയമാവും. അന്നേരം കപ്പയും ചിക്കനും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് ആൾ പോയത്. ആളെ കാണുന്നില്ല കേട്ടോ, 1 മണിക്കൂറായി ആൾ പോയിട്ട്, ആളെ കാണാൻ ഇല്ല. ഇനി എപ്പോൾ വരും എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം എൻ്റെ ചായ കൂടി കഴിയുമ്പോഴത്തേക്ക് ആളെത്തിയിട്ടാണ്. അന്നേരം വേഗം കപ്പയും ഇറച്ചിയും കറി വെക്കാം എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുകയായിരുന്നു. അന്നേരം കപ്പ വേഗം എടുത്ത് അടുപ്പത്ത് വയ്ക്കണം. കാരണം ലൈവ് ഇടാൻ സമയമാകുമ്പോഴത്തേക്കും നമ്മളെ പണികളൊക്കെ തീർക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നടക്കില്ല. പക്ഷേ അന്ന് ഞായറാഴ്ച ഞാൻ പണിയുടെ ഇടയിൽ കൂടിയായിരുന്നു കേട്ടോ ലൈവ് ഇട്ടത്. കാരണം സമയം പോയിട്ടുണ്ടായിരുന്നു. ഷാമട്ട വരുമ്പോൾ തന്നെ കുറേ നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആപ്പിളും പേരക്കയും മുന്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാപ്പൂക്കുട്ടീൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ മുന്തിരി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുന്തിരി. മുന്തിരി കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് വലിയ ഇഷ്ടം. പക്ഷേ മുന്തിരി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്ന ഒരു സംഭവമാണ് മുന്തിരി. അത് നമ്മൾ എത്രത്തോളം വൃത്തിയാക്കിയാലും അതിൽ വിഷം ഉണ്ടാവും എന്നാണ് പറയാറ്. പേരക്ക ചില സമയങ്ങളിൽ കഴിക്കും കേട്ടോ, ചില സമയങ്ങളിൽ കഴിക്കില്ല. നമ്മൾ ഈ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പേരക്ക ചിലപ്പോൾ നന്നായി പഴുത്തതൊക്കെയാണ് കഴിക്കും. 2 എടുത്ത് കൈ പിടിച്ചാൽ പറഞ്ഞാൽ ഒരെണ്ണം ഇപ്പം തിന്നാൽ മതി, ഒരെണ്ണം പിന്നെ തിന്നാൽ മതി എന്നിട്ട് ഒരെണ്ണവിടെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് എൻ്റെ മക്കൾ ഫ്രൂട്ട്സൊക്കെ കണ്ട ഇരുന്ന ഇരിപ്പിൽ അങ്ങോട്ട് തിന്ന് തീർന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ആ മന്തള്ള ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കൂട്ടാ. അന്നേരം അതാണ് എൻ്റെ മക്കളെ സ്ഥിരം പരിപാടി. പിന്നെ കപ്പയൊക്കെ വേഗം നന്നാക്കി അടുപ്പത്ത് കൊണ്ടുവെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. വേഗം കപ്പ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ പരിപാടി വേഗം നോക്കാം. കണ്ട ആൾ മുന്തിരിയായിട്ട് വരുന്നുണ്ടോ. അന്നേരം ഞാൻ പറഞ്ഞു ചേച്ചിമാരുടെ അടുത്ത് കൊണ്ട് കൊടുക്ക്, നീ കഴുകിയാൽ വൃത്തിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് പൊന്നൂസ് പിന്നെ ചൂടുവെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി കൊടുത്തു കേട്ടോ. കപ്പ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടാണ് കലം ഇങ്ങനെ ഇരിക്കുന്നത്. രാവിലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ചെമ്പ് തന്നെയാണ് ഞാൻ കപ്പ അടുപ്പത്ത് വെച്ചിട്ട്. വേറൊരു ചെമ്പ് അടുപ്പത്ത് വെച്ച് കരിക്കാൻ വയ്യ. പിന്നെ നമ്മളെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിപാടി ബാക്കിയൊന്നും എടുത്തിട്ടില്ല ഞാൻ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ നമ്മൾ ലൈവ് ഇട്ടും കൊണ്ടാണ് കുക്കിംഗ് ചെയ്തത്. അന്നേരം പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അന്നേരം കുട്ടിക്ക് തൈര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തൈരിൽ പഞ്ചസാര ഇട്ട് കുടിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വേറെ ആർക്കും ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമില്ല. അവൾക്ക് മാത്രം ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവരാരും അങ്ങനെ കഴിക്കില്ല. കുട്ടി മാത്രമേ അങ്ങനെ കഴിക്കത്തുള്ളൂ. ഞാൻ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ബാങ്ക് വിളിച്ചു കേട്ടോ. പിന്നെ ഞാൻ നിർത്തി വെച്ചിട്ടായിരുന്നു പിന്നെ ബാക്കി വോയിസ് ഇടണേ. പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഇരിപ്പും ഭാവമൊന്നും കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നണ്ട കേട്ടോ. ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. നല്ല ചൂടൻ കട്ടൻ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കപ്പയും ചിക്കൻ കറിയും കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് ചോറാണ് കേട്ടോ കഴിച്ചത്. കപ്പ പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞാപ്പൂക്കുട്ടിക്ക് വേണോ വെച്ചപ്പോൾ ആദ്യം പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ആൾക്ക് വെറും ബിസ്ക്കറ്റ് മതി എന്നാണ്. പിന്നെ പറഞ്ഞു വെറും കട്ടൻ ചായ മതിയെന്ന്. പിന്നെ പറഞ്ഞു എനിക്ക് ലേശം കപ്പ വേണമെന്ന്. അങ്ങനെയൊക്കെയാണ് ആളുടെ അവസ്ഥ. കപ്പ അങ്ങനെ ആൾ കഴിക്കില്ല കേട്ടോ. ആൾക്ക് വലിയ ഇഷ്ടമില്ല കപ്പ കഴിക്കാൻ. പിന്നെ വൈകുന്നേരത്തെ ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ വേർത്ത് വിളിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കുളിയൊക്കെ കഴിഞ്ഞിരുന്ന കമ്മിറ്റിക്ക് പോവുകയാണ്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കമ്മിറ്റി. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, ബൈ.